ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹോം മെയ്ഡ് കുക്കിംഗ് ആൻഡ് ക്രാഫ്റ്റ്സ്. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ മുരിങ്ങാക്കോൽ കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചെമ്മീനൊക്കെ ഇട്ട് വെക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ഒരു പ്രാവശ്യം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. മുരിങ്ങാക്കോലൊക്കെ എടുക്കുമ്പോൾ നല്ല മൂത്ത മുരിങ്ങാക്കോലൊന്നും എടുക്കരുത്. അധികം വണ്ണമൊന്നുമില്ലാത്ത മുരിങ്ങാക്കോൽ എടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. എന്നിട്ട് അത് നീളത്തിൽ നമുക്ക് അതിൻ്റെ തൊലി പൊളിച്ചെടുക്കാം. അതിൻ്റെ മൊത്തം ഗ്രീൻ കളർ എടുക്കണമെന്നില്ല, ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു വലുപ്പത്തിൽ എല്ലാം കട്ട് ചെയ്തെടുക്കാം നമുക്ക്. ഞാനിവിടെ ഒരു 4 മുരിങ്ങാക്കോലാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെയെല്ലാം നമുക്ക് കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിടാം. എന്നിട്ട് അതൊന്ന് കഴുകിയെടുക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: 2 തണ്ട് കറിവേപ്പില, ഒരു 3 വെളുത്തുള്ളി, ഒരു സവാള, ചെറിയ തക്കാളിയാണെങ്കിൽ 1.5 തക്കാളിയും, ഒരു 4 ചെമ്മീൻ. ഇത് വലിയ ചെമ്മീനായതുകൊണ്ട് ഒരു 4 എടുത്തിട്ടുണ്ട്. നാട്ടിൽ ചെറിയ ചെറിയ ചെമ്മീനാണെങ്കിൽ കുറച്ചെടുക്കാം. എന്നിട്ട് വെളുത്തുള്ളിയൊക്കെ പൊടിയായിട്ട് അരിയണം. സവാള നീളത്തിലും തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. വലിയ ചെമ്മീനായതുകൊണ്ട് ഞാൻ ചെറിയ ചെറിയ കഷ്ണമായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. കറി വെക്കുമ്പോൾ മൺചട്ടി ഉണ്ടെങ്കിൽ മൺചട്ടിയിൽ വെക്കാം, അല്ലെങ്കിൽ ചീനച്ചട്ടിയിലും വെക്കാവുന്നതാണ്. ഇതിൽ വെക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലുണ്ടാവും. ഇനി ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെള്ളത്തിലിട്ട മുരിങ്ങാക്കോൽ നല്ലോണം കഴുകിയിട്ട് അതിലേക്ക് ഇടാം. എന്നിട്ട് അതേപോലെ തന്നെ നമുക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും സവാളയും വേപ്പിലയും ചെമ്മീനും തക്കാളിയും എല്ലാം അതിലേക്ക് ഇടാം. കുറച്ച് വേപ്പില മാറ്റി വെക്കാം ലാസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട്. ബാക്കിയെല്ലാം അതിലേക്ക് ഇടാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക. ഉപ്പൊക്കെ ഇടുമ്പോൾ കൂടി പോരുത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, 1.5 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ഇടാം. ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് തിരുമ്മി കൊടുക്കുക. എല്ലാം നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് സ്റ്റവ് ഓൺ ചെയ്യുക. ആദ്യം തീ കൂട്ടി വെച്ചിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ചെമ്മീനൊക്കെ ഇടുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. നോൺ സ്റ്റിക്കിനെക്കാട്ടും കൂടുതൽ നല്ലത് ചീനച്ചട്ടിയിലോ മൺചട്ടിയിലോ കറി വെക്കുമ്പോഴാണ്. 2 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ച് വേവിക്കുക. വെള്ളം വറ്റി ഡ്രൈ ആകുന്നവരെ വേവിച്ചെടുക്കാം. 15 മിനിറ്റൊക്കെ ആകുമ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ചെറിയ തീയിലിട്ട് വേണം വേവിച്ചെടുക്കാൻ. മൂടി വെച്ച് വേണം വേവിക്കാൻ. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം. വെന്തിട്ടുണ്ടെന്നറിയാം. ഒന്ന് ഉടച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ വേകുന്നവരെ വേവിച്ചെടുക്കാം. വെന്തൊക്കെ കഴിഞ്ഞിട്ട് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ തുറന്ന് വെച്ച് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. എന്നിട്ട് ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഓഫ് ചെയ്ത് വെക്കാം.